ഓരോ മത്സ്യത്തൊഴിലാളിയും കടലിനോട് മല്ലടിച്ചാണ് കൈ നിറയെ പൊന്നു വാരാൻ കടലിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഈ കാണുന്ന ജലനിധി വള്ളത്തിലാണ് അവർ കഴിഞ്ഞ ദിവസം കടലിലേക്ക് പോയത്. അവിടെ വച്ച് കപ്പലിലെ കണ്ടെയ്നറിൽ കുടുങ്ങിയാണ് അവരുടെ വല നശിച്ചത്. അങ്ങനെ ആ മീനെല്ലാം അവർക്ക് നഷ്ടമായി. ഇന്നിപ്പോൾ അവർ വലിയ ദുരിതത്തിലാണ്. കേവലം ഒരു വള്ളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഏകദേശം 15ഓളം വള്ളങ്ങൾക്കാണ് കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ കുടുംബങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. 2 ദിവസം കൊണ്ട് ഒരു 10-80 ലക്ഷം രൂപ മീൻ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു. ഈ കണ്ടെയ്നർ തന്നെ പറ്റിയിട്ട് മിനിയാന്ന് കണ്ടിച്ച്, തിങ്കളാഴ്ച കണ്ടിച്ച്. എന്നിട്ട് അമ്മ ഒരു അഡ്ജസ്റ്റ് റെഡിയാക്കി പോയതാണത്. പിന്നെ ഇന്നിപ്പോൾ വല മാറ്റാണ്ട് രക്ഷയില്ല. വല പോയി, കണ്ടെയ്നർ പിടിച്ച് പോയിട്ടുണ്ട്. വല കുറേ പോയി, 1000-800 രൂപ വല പോയില്ലേ. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് ഒരു കോസ്റ്റ് പോലീസ് വല്ലതും അന്വേഷിക്കണ്ട, ഒന്നും അന്വേഷിക്കാനില്ല. ഇപ്പം ഇത് എവിടെയൊക്കെയാണ് വന്ന് കിടക്കണമെന്ന് ഒരു പിടിപാടുമില്ല. ഒരു പ്രാവശ്യം വീണ് കഴിയാൻ നേരം നമ്മൾ GPS അടിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ഒരു ഉദ്ദേശം മനസ്സിലാവും. എന്നാലും നമ്മൾ ഇത്തിരി മാറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒഴുകിച്ചെന്ന് വീഴും. ഈ സാധനമൊക്കെ എന്തെങ്കിലും ചെയ്ത് മാറ്റിയില്ലെങ്കിൽ നിസ്സാര വെള്ളമാണ്. ഒരു 10-15 വെള്ളക്കാരെ കൂടുതൽ വല കണ്ടിച്ച് നാശം പൂശിപ്പോടുന്നുണ്ട്. അവരെ കുടുംബം പെട്ടില്ല. ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഇവർക്ക് ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിലാണ് ഇവരുടെ വല നശിച്ച് ഇവർ ഈ വലയിൽ ഇവിടെ പണിയെടുക്കേണ്ട ഒരവസ്ഥ. ഏകദേശം ഇനി 3-4 ദിവസം വേണ്ടി വരും ഈ വലയൊന്ന് തുന്നി പിടിപ്പിച്ചെടുക്കാൻ. ആ ഘട്ടമാകുമ്പോഴേക്കും കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായ ഒരു പക്ഷേ പണി തന്നെ ഇല്ലാതാകുമെന്നാണ് ഇവർ പറയുന്നത്. വട്ടയും അതൊക്കെ പണയാൻ പറ്റി പലിശ കൊടുത്താണ് ചെയ്യണത്. 10-20 ലക്ഷം രൂപ. ആരും സാമ്പത്തികമുള്ളവരാരും ഇല്ല ഇവിടെ. പണിയെടുത്തിരുന്ന മേഖലയിലാണ് ഇപ്പോൾ ഉടക്ക് കണ്ടേക്കുന്നത്. അത് കണ്ടുന്നത് തന്നെ ആകണം, ഒരു സംശയമില്ല കാര്യത്തിൽ. സർക്കാർ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. സർക്കാരിനറിയാം. ഇപ്പം തന്നെ ഈ കിടക്കുന്ന ഈ ഹാർബർ എത്ര വർഷം ഇങ്ങനെയാണ് കിടക്കുന്നത് അറിയാം. സർക്കാർ ഇത് തിരിഞ്ഞു നോക്കണം. പ്രതിസന്ധികൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് അവർ കടലിലേക്ക് തന്നെ ഇറങ്ങും. അവരുടെ ഇടമാണ് കടൽ. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.